അഫർമേഷൻ ഉപയോഗിക്കുന്നതിന് മുമ്പ് എന്താണ് അഫർമേഷൻ എന്നും അത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയെന്നും അതുവഴി ലഭിക്കുന്ന ഫലങ്ങൾ എന്താണെന്നും മനസ്സിലാക്കാം. ഉപബോധ മനസ്സിലേക്ക് പോസിറ്റീവ് അഫർമേഷൻ ഉപയോഗിച്ച് ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കുന്ന കേട്ടുറങ്ങേണ്ടതും അല്ലാത്തതുമായ മികച്ച പോസിറ്റീവ് അഫർമേഷൻ അടുത്ത വീഡിയോകളിൽ നിങ്ങൾക്കായി നൽകുന്നുണ്ട്. അതിനു മുമ്പ് അഫർമേഷനെ കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. അഫർമേഷനെ ദൃഢപ്രതിജ്ഞ എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. ആവർത്തിച്ച് ചില പോസിറ്റീവ് അഫർമേഷൻ വാക്കുകൾ ചിന്തിക്കുകയും കേൾക്കുകയും പറയുകയും ചെയ്യുമ്പോൾ അത് നമ്മുടെ ഉപബോധ മനസ്സ് കേൾക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ ഫലമായി നമ്മുടെ ആ ചിന്ത ആക്ഷനിലേക്ക് പോവുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഉപബോധ മനസ്സിന് ശരി എന്താണെന്നോ തെറ്റെന്താണെന്നോ തിരിച്ചറിയാനുള്ള കഴിവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ നെഗറ്റീവായി ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് നെഗറ്റീവ് ഫലമായിരിക്കും. പോസിറ്റീവായി ചിന്തിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം പോസിറ്റീവായിരിക്കും. പോസിറ്റീവും നെഗറ്റീവും കലർത്തി സമ്മിശ്രമായി ചിന്തിക്കുമ്പോൾ സമ്മിശ്ര ഫലങ്ങളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ഇനി എങ്ങനെ ചിന്തിക്കണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. പോസിറ്റീവ് അഫർമേഷനിലൂടെ നമ്മുടെ ഉപബോധ മനസ്സിൽ പോസിറ്റീവായ കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ സാധ്യമാവുന്നതിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ പോസിറ്റീവ് അഫർമേഷൻ ഇടപെടുന്നുണ്ട്. അറിഞ്ഞോ അറിയാതെയോ പ്രാർത്ഥനകൾക്കും പോസിറ്റീവ് അഫർമേഷനുമായി ബന്ധമുണ്ട്. ഉദാഹരണമായി ഈ ഒരു കാര്യം നോക്കാം. ഒരു വാഹനം ആഗ്രഹിക്കുന്ന നിങ്ങൾ വാഹനത്തെ ഒരു ഗോളാക്കി ലക്ഷ്യമാക്കി വെച്ചതിന് ശേഷം ആ വാഹനം എന്നിലേക്ക് വന്നു കൊണ്ടിരിക്കുന്നു എന്ന് പറയുക, ചിന്തിക്കുക. ഇത് ഒന്നുകൂടി എഫക്റ്റീവ് ആകാൻ മറ്റൊരു കാര്യം കൂടി ചെയ്യാം. നിങ്ങളുടെ ലക്ഷ്യത്തിൻ്റെ ചിത്രം എന്നും നിങ്ങൾ കാണുന്ന സ്ഥലത്ത് ഒട്ടിച്ചു വെക്കാം. ഫോണിൽ, ലാപ്ടോപ്പിൽ വാൾപേപ്പറാക്കാം. ഒരു പേപ്പറിൽ എഴുതി വെക്കാം. കുറച്ചുകൂടി ആഴം കിട്ടാൻ ഇത് സഹായിക്കും. ശക്തമായി ഒരു വ്യക്തി ഇങ്ങനെ ആഗ്രഹിക്കുമ്പോൾ നിരന്തരം പോസിറ്റീവ് അഫർമേഷൻ പറയുന്നതിലൂടെ ആ ഒരു കാര്യം ആ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കും. ഒരു മാസമെങ്കിലും അഫർമേഷൻ മുടങ്ങാതെ ചെയ്യാനുള്ള മനസ്സോടുകൂടി വേണം മുന്നോട്ട് പോകാൻ തയ്യാറാകേണ്ടത്. അതേപോലെ മനസ്സിൽ വിഷ്വലൈസേഷൻ ചെയ്യുക. നിങ്ങൾ ആഗ്രഹിച്ച വാഹനം നിങ്ങൾക്ക് ലഭിച്ചു, നിങ്ങളത് സന്തോഷത്തോടെ ഡ്രൈവ് ചെയ്ത് പോകുന്നു എന്നത് വിഷ്വലൈസേഷൻ ചെയ്യുക. പോസിറ്റീവ് അഫർമേഷൻ കൂടുതൽ എഫേർട്ടിലേക്കും ആക്ഷനിലേക്കും സാധ്യതകളിലേക്കും സാഹചര്യങ്ങളിലേക്കും നിങ്ങളെ കൊണ്ട് ചെന്നെത്തിക്കും. അഫർമേഷൻ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നെഗറ്റീവ് വാക്കുകളൊന്നും അഫർമേഷനിൽ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. നിങ്ങൾ വേണമെന്നാഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കാൾ വേണ്ട എന്നാഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് കൂടുതൽ ചിന്തിക്കുന്നത് എങ്കിൽ, അതായത് ബുദ്ധിമുട്ടുകൾ വേണ്ട, പ്രയാസം വേണ്ട, കടം വേണ്ട, ദാരിദ്ര്യം വേണ്ട, രോഗം വേണ്ട എന്നുള്ളതുപോലെയുള്ള നെഗറ്റീവായ നിഷേധാത്മകമായ വാക്കുകൾ വേണ്ട, അരുത്, ഇല്ല എന്ന് മാത്രം ഫോക്കസ് ചെയ്യുന്ന സമയത്ത് അത് മാത്രം നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നു. രോഗം വേണ്ട എന്നതിന് പകരം ഞാൻ ആരോഗ്യവാനാണ്, ദാരിദ്ര്യം വേണ്ട എന്നതിന് പകരം എന്നിലേക്ക് ധാരാളം സമ്പത്ത് വരുന്നു എന്നാണ് ഉപയോഗിക്കേണ്ടത്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഉപബോധ മനസ്സിന് ശരി തെറ്റെന്താണെന്നറിയില്ല. നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണോ അതാണ് തിരികെ ലഭിക്കുക. ഉപയോഗിക്കേണ്ട രീതിയെക്കുറിച്ച് ഒന്ന് പറയാം. പകൽ കേൾക്കേണ്ട അഫർമേഷൻ നമ്മളെ ആ ദിവസം ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നവയാണ്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് അതിൽ
രാവിലെ എഴുന്നേറ്റാൽ കേൾക്കേണ്ടത് വിചിത്രമായ രഹസ്യമാണ്. അത് നിങ്ങളുടെ അടുത്ത ഉയർച്ചയുടെ നെക്സ്റ്റ് ലെവലിലേക്കുള്ള നല്ല മാറ്റം കൊണ്ടുവരും. ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ അത്ഭുതമുണ്ടാക്കിയ ഒരു ശബ്ദ സന്ദേശമാണിത്. അതിൻ്റെ മലയാളം വീഡിയോ ലിങ്ക് സുഹൃത്തുക്കൾക്കായി ഡിസ്ക്രിപ്ഷനിലിടാം. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉപയോഗിക്കേണ്ട അഫർമേഷനെ കുറിച്ച് ഇനി മനസ്സിലാക്കാം. തുടർച്ചയായ ദിവസങ്ങളിൽ ഈ അഫർമേഷൻ കേട്ട് വേണം ഉറക്കത്തിലേക്ക് വീഴാൻ. നിങ്ങളിലേക്ക് ഒരു പവർ വന്നു കയറുന്നതായി നിങ്ങൾ സങ്കല്പിക്കുക. ഒന്നുകൂടി അതിന് ക്ലാരിറ്റി കിട്ടാൻ നിങ്ങളുടെ നെറ്റിയിലേക്കോ ഹൃദയത്തിലേക്കോ ഒരു വെളിച്ചം നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ നിന്ന്, അല്ലെങ്കിൽ ആകാശത്തിൽ നിന്ന് വരുന്നതായോ, അല്ലെങ്കിൽ യൂണിവേഴ്സിൽ നിന്നും ആ വെളിച്ചം നിങ്ങളിലേക്കൊരു പവറായി വരുന്നതായി ഭാവന ചെയ്യുക. തുടക്കത്തിൽ 7 days മുടങ്ങാതെ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ചിലർക്ക് 7 days കൊണ്ട് തന്നെ പോസിറ്റീവ് മാറ്റങ്ങൾ വരുന്നത് കാണാൻ സാധിക്കും. ചിലരുടെ കാര്യത്തിൽ തുടർച്ചയായ 21 days വന്നേക്കാം. അതിനുശേഷം മാറ്റം കാണാത്തവർ തുടർച്ചയായി 40 ദിവസങ്ങളിൽ ഇത് ആവർത്തിക്കണം. എന്തെങ്കിലും തരത്തിലുള്ള നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയുള്ള ലഭ്യത വരുവാനുള്ള ഒരു ലക്ഷ്യവും അതിനുള്ള ആക്ഷനും നിങ്ങൾക്കുണ്ടാകണം. അഫർമേഷൻ നൽകുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ: നിങ്ങൾ ഏത് അഫർമേഷൻ ആണോ ഉപബോധ മനസ്സിലേക്ക് നൽകാൻ ശ്രമിക്കുന്നത്, ആ അഫർമേഷനിൽ പറയുന്നതെന്തോ അതിനെ പൂർണ്ണമായും അംഗീകരിക്കണം. അതിൽ പറയുന്ന എല്ലാ അഫർമേഷനെയും പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ടും അംഗീകരിച്ചുകൊണ്ടും വേണം നിങ്ങൾ കേട്ടുറങ്ങാൻ അല്ലെങ്കിൽ കിടക്കാൻ. നിങ്ങൾക്ക് പൂർണ്ണമായും അംഗീകരിക്കാൻ കഴിയാത്ത അഫർമേഷൻ മനസ്സിലേക്ക് നൽകുന്ന സമയത്ത് നിങ്ങളുടെ വിശ്വാസം അഫർമേഷനെതിരാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഫലം വിപരീത രീതിയിലാകാനുള്ള സാധ്യതയുണ്ട്. റിവേഴ്സ് എഫക്റ്റിൻ്റെ നിയമം എന്നാണ് ഇതിനെ പറയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഈ അഫർമേഷൻ വീഡിയോ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് അല്ലെങ്കിൽ ആ സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടി പറയുന്നത്? നമ്മുടെ തലച്ചോർ ഉൽപ്പാദിപ്പിക്കുന്ന ഈ 4 തരംഗങ്ങളെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ബീറ്റ തരംഗങ്ങൾ, ആൽഫ തരംഗങ്ങൾ, തീറ്റ തരംഗങ്ങൾ, ഡെൽറ്റ തരംഗങ്ങൾ. ബീറ്റ തരംഗങ്ങൾ നമ്മുടെ ബോധമനസ്സ് ഉണർന്നിരിക്കുന്ന സമയത്താണ് കൂടുതൽ ഉണ്ടാകുന്നത്. തീറ്റ തരംഗങ്ങൾ ബോധമനസ്സ് പൂർണ്ണമായും പ്രവർത്തിക്കാത്ത സമയത്താണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ബീറ്റയുടെയും തീറ്റയുടെയും ഇടയിലുള്ള തരംഗങ്ങളാണ് ആൽഫ തരംഗങ്ങൾ. ഈ തീറ്റ തരംഗങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സമയത്താണ് നമ്മൾ സ്വപ്നങ്ങളെല്ലാം കാണാൻ തുടങ്ങുന്നത്. ഡെൽറ്റ തരംഗം ഒരാൾ അഗാധമായി ഉറക്കത്തിലായിരിക്കുന്ന സമയമാണ്. നമുക്ക് വേണ്ടത് തീറ്റ തരംഗങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സമയമാണ്. തീറ്റ തരംഗങ്ങൾ മാത്രം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സമയം ലഭിക്കുവാനാണ് നമ്മൾ മെഡിറ്റേഷനെല്ലാം ചെയ്യുന്നത്. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ബീറ്റ തരംഗങ്ങളിൽ നിന്നും ആൽഫ തരംഗങ്ങളിലൂടെ തീറ്റ തരംഗങ്ങളിലേക്ക് നമ്മുടെ മസ്തിഷ്കം ചലിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തീറ്റ തരംഗങ്ങൾ ആക്റ്റീവായിരിക്കുന്ന സമയത്ത് നാം അംഗീകരിച്ചുകൊണ്ട്, നാം വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിലേക്കെടുക്കുന്ന എല്ലാ ശബ്ദബീജികളും ചിന്തകളും നമ്മുടെ ഉപബോധ മനസ്സ് സ്വീകരിക്കാനുള്ള സാധ്യതയാണുള്ളത്. ബോധമനസ്സുകൊണ്ട് നിങ്ങൾ അംഗീകരിക്കുന്ന, വിശ്വസിക്കുന്ന കാര്യങ്ങളെ ഉപബോധ മനസ്സ് പൂർണ്ണമായും സ്വീകരിക്കും എന്നതുകൊണ്ട് ഉറങ്ങുമ്പോൾ ഈ അഫർമേഷനുകൾ ആവർത്തിക്കപ്പെടുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഈ അംഗീകരിക്കപ്പെട്ട വസ്തുക്കൾ കൂടുതൽ ബലപ്പെടുകയാണ് ചെയ്യുന്നത്. ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ അഫർമേഷൻ എടുത്ത്
ഹെഡ്സെറ്റിലൂടെ അല്ലെങ്കിൽ ഇയർഫോൺ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ അഫർമേഷനുകൾ കേട്ടുകൊണ്ട് ഉറക്കത്തിലേക്ക് വീഴുക. അഫർമേഷൻ ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ശരീരത്തെ വിശ്രമസ്ഥിതിയിലേക്ക് കൊണ്ടുവരാനുള്ള കൽപ്പനകളും ചില വീഡിയോകളിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ ഹെഡ്സെറ്റ് ഉപയോഗിച്ച് മറ്റു ശല്യപ്പെടുത്തലുകൾ ഇല്ലാത്ത ശാന്തമായ സാഹചര്യത്തിൽ തന്നെ അഫർമേഷൻ വിശ്വസിച്ച് അംഗീകരിച്ച് കേൾക്കണം. വീഡിയോ പ്ലേ ചെയ്ത് ഉറക്കത്തിലേക്ക് വീഴാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ വിശ്രമാവസ്ഥയിലേക്ക് നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും കൊണ്ടുപോകുന്നത് ഗുണം ചെയ്യും. എന്താണ് അഫർമേഷൻ എന്നും എന്തിനാണത് ഉപയോഗിക്കുന്നതെന്നും സുഹൃത്തുക്കൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ട അഫർമേഷനുമായി കാണാം.